കാറ്റഗറി 3 പാർട്ട് 3 മലയാളം നിങ്ങൾക്ക് പാടായിട്ട് തോന്നാറുണ്ടോ? മലയാള അധ്യാപികയാവണം, പ്രത്യേകിച്ച് മലയാള ഹൈസ്കൂൾ അധ്യാപകയാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ കേറ്ററ്റ് കാറ്റഗറി 3 പരീക്ഷ നേടിയെടുക്കുക എന്നുള്ളതാണ് ആദ്യ ഘട്ടം അല്ലെ. നമുക്കറിയാം ഇന്ന് കേറ്ററ്റിന് പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത HSA മലയാളത്തിന്റെ PSC നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുമ്പ് തന്നെ കൃത്യമായിട്ട് പഠിച്ച് കേറ്ററ്റ് കാറ്റഗറി 3 പരീക്ഷ എഴുതിയെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയൂ. അപ്പൊ കേറ്ററ്റ് കാറ്റഗറി 3 എക്സാമിലെ മലയാളം, അതായത് പാർട്ട് 3 ആയിട്ട് വരുന്ന മലയാളം മെയിൻ പഠിച്ച മലയാള അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ പരീക്ഷയൊന്ന് നേടിയെടുക്കാൻ കഴിയുക, ഇതിനായിട്ട് ഒരു 80 മാർക്ക് സ്ട്രാറ്റജി എങ്ങനെയാണ് നേടിയെടുക്കാനായിട്ട് മുന്നോട്ട് നമ്മൾ പോകേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോ. കേറ്ററ്റ് കാറ്റഗറി 3 പാർട്ട് 3 മലയാളത്തിന് ഏത് തരത്തിലാണ് ചോദ്യങ്ങൾ വരിക, എന്താണ് ആ പരീക്ഷയുടെ പാറ്റേൺ, ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ പരീക്ഷ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ കിട്ടത്തുള്ളൂ അല്ലെ. ആദ്യമായിട്ട് പരീക്ഷ എഴുതുന്നവരുണ്ടാകാം, കുറെ നാളായി പരീക്ഷ എഴുതിയിട്ട് ചെറിയ മാർക്കുകൾക്ക് നഷ്ടപ്പെടുന്നവരുണ്ടാകാം അല്ലെ. അല്ലെങ്കിൽ സർവീസിൽ തന്നെ ഉണ്ടായിട്ട് എങ്ങനെ പരീക്ഷ എഴുതാൻ പറ്റും, ഈ പരീക്ഷ എങ്ങനെയാണ്, ഏതാണ്, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന സർവീസിലുള്ള ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം 80 മാർക്ക് സ്ട്രാറ്റജി എന്നുള്ള അടിസ്ഥാനത്തിൽ എവിടെ നിന്ന് പഠിച്ചു തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, ഏതു രീതിയിൽ മുന്നോട്ട് പോയാലാണ് കേറ്ററ്റ് കാറ്റഗറി 3 നമുക്ക് നല്ല മാർക്കോട് കൂടി പാസ് ആവാൻ കഴിയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് നോക്കാം. ആദ്യം അറിയേണ്ടത് എന്താണ്, പരീക്ഷയുടെ ഒരു രീതിയാണ്. എത്രയൊക്കെ ചോദ്യങ്ങൾ വരും, എത്രയൊക്കെ മാർക്ക് വേണ്ടി വരും എന്നൊക്കെ നമുക്ക് അറിയണമല്ലോ. അപ്പൊ ഇവിടെ ആദ്യം പരീക്ഷയുടെ ഒരു രീതി പരിചയപ്പെടാം. നമുക്ക് ആദ്യം പരീക്ഷയുടെ ഒരു രീതി നമുക്ക് മനസ്സിലാക്കണം അല്ലെ മുന്നോട്ടെത്തണമെങ്കിൽ. അപ്പൊ ആദ്യം പരീക്ഷ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയേ, കേറ്ററ്റ് കാറ്റഗറി 3 മലയാളം പരീക്ഷയിൽ ആദ്യം അഡോൾട്ട്സ് ആൻഡ് സൈക്കോളജി അല്ലെങ്കിൽ ടീച്ചിങ് സ്ട്രാറ്റജി ഉൾപ്പെടുന്ന 40 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ഈ 40 ക്വസ്റ്റ്യൻസിന് ഓരോ മാർക്ക് വീതം, ടോട്ടൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാർക്ക് 40 ആണ്. എല്ലാത്തിനും ഒരു മാർക്കാണ് എല്ലാ വിഭാഗത്തിലും ഉള്ളത്. അടുത്തത് പാർട്ട് 2 മലയാളമാണ്. ഇതിന് 30 മാർക്കാണ് ഉള്ളത്. അതിന് നമുക്ക് 30 മാർക്ക് തന്നെയാണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം മാർക്ക്. ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യനിലാണ്, അതായത് നമ്മുടെ ഇവിടെ ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ മലയാള അധ്യാപകരാവാനായിട്ട് പഠിക്കുന്നവരാണ്. അപ്പൊ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മലയാളമാണ് അല്ലെ. മലയാളത്തിന് 80 മാർക്ക് അല്ലെങ്കിൽ 80 ക്വസ്റ്റ്യൻസ്, 80 ക്വസ്റ്റ്യൻസിൽ നിന്ന് നമുക്ക് മാക്സിമം നേടാൻ പറ്റുന്ന മാർക്ക് 80 മാർക്കാണ്. ടോട്ടൽ 150 മാർക്കിനാണ് പരീക്ഷ വരുന്നത്. അതിൽ 150 ആണ് ചോദ്യങ്ങളും 150 മാർക്ക്. ഓരോ ചോദ്യത്തിനും ഓരോ മാർക്ക് വെച്ച് 150 ചോദ്യങ്ങൾക്ക് 150 മാർക്കാണ് മാക്സിമം നേടാൻ പറ്റുന്നത്. ഇവിടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 80 മാർക്ക് സ്ട്രാറ്റജിയാണ് ഞാൻ പറഞ്ഞത്. ഈ 80 മാർക്കാണ് പാർട്ട് 3 ആയിട്ട് കേറ്ററ്റ് കാറ്റഗറി 3 പേപ്പർ 3 മലയാളത്തിന് 80 മാർക്കാണ് വരുന്നത്. ഈ 80 മാർക്ക് മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ. അപ്പം ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ മാർക്ക് 80 മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഈ 150 മാർക്ക് മാക്സിമം മാർക്ക് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മലയാളത്തിന്റെ സിലബസ് മനസ്സിലാക്കണം. എന്തൊക്കെയായിരിക്കും പേപ്പർ 3 മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നേരിടേണ്ട ചോദ്യങ്ങൾ. അപ്പൊ ഇവിടെ പാർട്ട് 3 ഒരു സിലബസ് എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കാം. ഭാഷാ പഠനത്തിന്റെ ബോധന ശാസ്ത്രം എന്ന് പറയുന്ന ഫസ്റ്റ് ഭാഗം, ടോട്ടൽ 2 ഭാഗങ്ങളായിട്ടാണ് മലയാളത്തിന്റെ പേപ്പർ 3 മലയാളത്തിന്റെ ടോപ്പിക്കിനെ തിരിച്ചേക്കുന്നത്. കേറ്ററ്റ് കാറ്റഗറി 3 പാർട്ട് 3 മലയാളത്തിനെ 2 ഭാഗമായിട്ടാണ് സിലബസിൽ തിരിച്ചിട്ടുള്ളത്. അതിൽ ഭാഗം 1 ഭാഷാ പഠനത്തിന്റെ ബോധന ശാസ്ത്രം എന്നുള്ളത്. ഈ ഹെഡിങ്ങിൽ ഉൾപ്പെടുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇവിടെ 30 ബഹുവികൽപ്പ ചോദ്യങ്ങൾക്ക് 30 മാർക്ക്, പെഡഗോജി ഭാഗത്ത് നിന്ന് വരുന്നത് 30 ബഹുവികൽപ്പ ചോദ്യങ്ങൾ, അതായത് MCQs മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. അതിന് 30 മാർക്കാണ് മാക്സിമം ഉള്ളത്. അപ്പൊ ഒരു ഭാഗം, ആദ്യത്തെ ഭാഗമായിട്ട് വരുന്നത് ഭാഷാ പഠനത്തിന്റെ ബോധന ശാസ്ത്രമാണ്. മലയാളം പേപ്പർ 3 രണ്ടാം ഭാഗമായിട്ട് വരുന്നത് ഭാഷാ പഠനത്തിന്റെ ഉള്ളടക്കം. മറ്റേത് പെഡഗോജി ഭാഗം, അധ്യാപക ബോധനശാസ്ത്രം കൂടി ഉൾപ്പെടുന്ന മലയാള ഭാഗമാണ് 30 ചോദ്യമെങ്കിൽ ബാക്കി ഇവിടെ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ബഹുവികൽപ്പ ചോദ്യങ്ങൾക്ക് 50 മാർക്കാണ് ഉള്ളത്. ആ 50
മറ്റേ ആദ്യ ഭാഗത്തിലെ 30 കൂടിയാണ് ഇവിടെ 50 + 30 80 മാർക്കായിട്ട് വരുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ആദ്യ ഭാഗത്തിൽ നിന്ന് 30 മാർക്ക്, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് 50 മാർക്ക്, ഇത് രണ്ടുകൂടെ ചേർന്നാണ് നമുക്ക് 80 മാർക്കാണ്. 80 മാർക്ക്, 80 ചോദ്യങ്ങൾ 80 മാർക്കാണ് വരുന്നത്. ഈ 80 മാർക്കിന്റെ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം നമ്മൾ മുന്നിൽ കാണേണ്ടത്. ഇനി നോക്കാം, ആദ്യ ഭാഗം 2 ഭാഗമായി തിരിച്ചു. ആദ്യ ഭാഗം 30 മാർക്കിന്റെ ഭാഗമാണ്. അവിടെ നിന്നും വരുന്ന ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഭാഷാർജന സിദ്ധാന്തങ്ങൾ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം, ഭാഷാ പഠന സമീപനം, ഭാഷാ പഠന തന്ത്രങ്ങൾ, ഭാഷാ പഠന ശൈലി, അറിവിന്റെ സ്വഭാവം, പഠനോപകരണങ്ങൾ, ഭാഷാ അധ്യാപകൻ, പാഠ്യപദ്ധതി ഘടകങ്ങൾ, പഠനാന്തരീക്ഷം, വിഭവങ്ങളുടെ വിനിയോഗം, മൂല്യനിർണയം, അധ്യാപകന്റെ ആസൂത്രണം, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഭാഷാ പഠനം. അപ്പൊ ഒരു ഭാഷാ അധ്യാപികയാവാൻ അല്ലെങ്കിൽ അധ്യാപകനാവാൻ വേണ്ട ഗുണങ്ങൾ അല്ലെ, ഏതൊക്കെ രീതിയിലുള്ള ബോധനശാസ്ത്ര തന്ത്രങ്ങളാണെന്നുള്ളതും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട സിദ്ധാന്തങ്ങൾ അല്ലെ, ബഹുമുഖ ബുദ്ധി സിദ്ധാന്തവും ഒക്കെ, മൾട്ടിപ്പിൾ ഇന്റലിജൻസും ഒക്കെ നമ്മൾ BEdന് പഠിക്കുന്നതാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും എവിടെ വരുന്നത്, ഈ ഒരു ഭാഷാ പഠനത്തിന്റെ പെഡഗോജി ഭാഗത്ത് വരുന്നത് അല്ലെ. അപ്പൊ ആദ്യ ഭാഗത്തെ 30 ചോദ്യങ്ങൾ ഈ പറഞ്ഞ ഏരിയാസിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇനി രണ്ടാം ഭാഗം, അതാണ് ഭാഷാ പഠനത്തിന്റെ ഉള്ളടക്കം. അവിടെയാണ് കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ നമുക്ക് എളുപ്പമുള്ള ഒരു ഏരിയ. അവിടെ ഒരു 50 മാർക്ക് കിടപ്പുണ്ട്, വിട്ട് കളയാൻ പറ്റില്ല. അപ്പൊ ഈ 50 മാർക്ക് ചോദ്യം വരുന്നത് ഏതൊക്കെ ഏരിയാസ് ആണ്? ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, അഥവാ ഭാഷയുടെ ഉൽപ്പത്തി, വളർച്ച, ഇതര ഭാഷകളുമായുള്ള ബന്ധം. നമുക്കറിയാം മലയാള ഭാഷയുടെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട അനേകം സിദ്ധാന്തങ്ങൾ ഉണ്ട് അല്ലെ. ആ ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. എന്തൊക്കെയാണ് മലയാള ഭാഷ നയങ്ങൾ? കേരള പാണിനിയുടെ 6 നയങ്ങളുണ്ട്. അങ്ങനത്തെ പ്രധാനപ്പെട്ട ഭാഷോൽപ്പത്തി സിദ്ധാന്തങ്ങൾ, അതുപോലെ തന്നെ മലയാളം എന്നുള്ള വാക്ക് എങ്ങനെ ഉണ്ടായി, ഇത്തരത്തിലുള്ള കാര്യങ്ങളും പല പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസവും ഒക്കെ ഈ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. പിന്നെ മറ്റൊന്ന് ഭാഷാശാസ്ത്രം എന്ന് പറയുന്ന ഏരിയ ആണ് അല്ലെ. ഭാഷാശാസ്ത്രമാണ്. ഇവിടെ വ്യാകരണ നിയമങ്ങളും ആധുനിക ഭാഷാശാസ്ത്രവും ഒക്കെ ഉൾപ്പെടുന്ന ഒരു ഏരിയയാണ് ഭാഷാശാസ്ത്രത്തിൽ വരുന്നത്. പിന്നെ അലങ്കാര ശാസ്ത്രവും വൃത്തശാസ്ത്രവും നമുക്ക് പ്രധാന ചോദ്യങ്ങൾ PYQs നോക്കിയാൽ തന്നെ അറിയാം. ഇവിടെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പ്രധാന ചോദ്യ ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ ഒരു കാര്യമൊക്കെ മനസ്സിലാക്കിയാൽ തന്നെ അലങ്കാരം, വൃത്തം ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ സാഹിത്യ ചരിത്രം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കറിയാം ഒരുപാട് പ്രസ്ഥാനങ്ങൾ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പദ്യ സാഹിത്യ ചരിത്രം, ഗദ്യ സാഹിത്യ ചരിത്രം, നാടകം, മറ്റിതര വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ ഉൾപ്പെടുന്ന അതിൻ്റെയൊക്കെ ചെറുകഥാ സാഹിത്യ ചരിത്രവും ഒക്കെ ഉള്ളതാണ്. ആ ഒരു ഏരിയയിൽ നിന്ന് എപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വരാറുണ്ട്. നോവൽ, ചെറുകഥ, കവിത. ഇത് നമ്മുടെ മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഏരിയയാണ് നോവൽ, ചെറുകഥ, അതുപോലെ തന്നെ കവിത. ഈ 3 ഏരിയയും വിട്ട് കളയാനേ പാടില്ല. സാഹിത്യ പ്രസ്ഥാനങ്ങൾ, പ്രവണതകൾ, ഇത് ഈ സാഹിത്യ ചരിത്രവും സാഹിത്യ പ്രസ്ഥാനങ്ങൾ, പ്രവണതകൾ ഇതിൽ ഉൾപ്പെടുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ പരിഭാഷ, തർജ്ജമകൾ അല്ലെ, ട്രാൻസ്ലേറ്റഡ് കൃതികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. പിന്നെ കാവ്യശാസ്ത്രം എന്ന് പറയുന്നതിൽ ഏതൊക്കെ വരും? പൗരസ്ത്യ കാവ്യശാസ്ത്രവും പാശ്ചാത്യ കാവ്യശാസ്ത്രവും വരും. പൗരസ്ത്യ കാവ്യമീമാംസ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ്. ഭാമഹൻ, വാമനൻ, അതുപോലെ തന്നെ രസസിദ്ധാന്തം, ധ്വനി സിദ്ധാന്തം അല്ലെ, വക്രോക്തി സിദ്ധാന്തം, ഇതൊക്കെയും എവിടെ നിന്ന് വരും? പൗരസ്ത്യത്തിൽ നിന്നും വരുന്നതാണ്. പാശ്ചാത്യ സാഹിത്യ സിദ്ധാന്തം എന്ന് പറയുന്ന മറ്റൊരു വലിയൊരു ഒരു സ്ട്രീം ഉണ്ട്. അതിൽ നമ്മൾ പണ്ട് പ്രാചീന പാശ്ചാത്യ സിദ്ധാന്തങ്ങൾ തൊട്ട് ആധുനിക കാലത്തെ ഘടനാവാദവും പോസ്റ്റ് മോഡേൺ ചിന്തകളും സ്ത്രീവാദവും ഒക്കെ ഉൾപ്പെടുന്ന വളരെ കണ്ടംപററി ആയിട്ടുള്ള ആ കാര്യങ്ങൾ ഉൾപ്പെടുന്ന വരെയുള്ള ഒരു സിലബസ് ആണ് ഉള്ളത്. പിന്നെ വരുന്നത് മാധ്യമ പഠനവും സംസ്കാര പഠനവുമാണ്. ഇപ്പൊ എല്ലാ എക്സാംസിനും കേറ്ററ്റ്, സെറ്റ്, നെറ്റ് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും കൃത്യമായിട്ട് മാധ്യമ പഠനം എന്ന് പറയുന്ന ഏരിയയിൽ പ്രത്യേകിച്ച് സിനിമയിൽ നിന്നുമൊക്കെ ചോദ്യങ്ങൾ വരുന്നതാണ്. കേറ്ററ്റിനും അത്തരത്തിൽ മാധ്യമ പഠനത്തിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾ കാണാറുണ്ട്. അപ്പൊ ആ ഭാഗത്തെയും കൂടെ നമ്മൾ പരിചയപ്പെടണം. സംസ്കാര പഠനം, അതിൽ സംഘകാലമുണ്ട്, അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങൾ വരാറുണ്ട്. ഈ ഒരു ഏരിയാസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞു ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. സാഹിത്യ പ്രസ്ഥാനങ്ങൾ, പ്രവണതകൾ എന്നുള്ളതാണ്. പദ്യം,
ഗദ്യം അല്ലെ, പദ്യവും വരുന്നുണ്ട് ഗദ്യവും വരുന്നുണ്ട്. ഇതില് പദ്യത്തിൽ ഏതാണ്? പദ്യത്തിൽ നമ്മള് രാമചരിതം തുടങ്ങി നമ്മുടെ ഒരു കവിത ഉണ്ട്, പ്രാചീന കവിതയുണ്ട്, അതുപോലെ മണിപ്രവാള കവിത വരുന്നുണ്ട്, പിന്നീട് ആധുനികത, ഉത്തരാധുനികത, സമകാലീന കവിത. ഈ ഇത്തരത്തിൽ പോകുന്ന കവിത എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനമാണ്. ഗദ്യത്തില് നോവലുമുണ്ട് ചെറുകഥയുമുണ്ട് അല്ലെ. ചെറുകഥ, നോവൽ, ഈ രണ്ട് ഭാഗങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അപ്പോ കേട്ടിട്ട് കാറ്റഗറി 3 പാർട്ട് 3 മലയാളം പരീക്ഷ എന്നുള്ളത് വളരെ കൃത്യമായി പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിനൊരു 80 മാർക്ക് സ്ട്രാറ്റജിയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഈ 80 മാർക്ക് സ്ട്രാറ്റജിയിലെ 30 മാർക്ക് എന്ന് പറയുന്നത് ഭാഷാശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ബഹുവികൽപ്പ ചോദ്യങ്ങളിൽ നിന്നാണ്. അതിലും കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയാസ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കേറ്ററ്റിന് തയ്യാറെടുക്കണമെങ്കിൽ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും ടൈം ടേബിളും നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മള് മലയാളം കേറ്ററ്റ് എങ്ങനെ നേടിയെടുക്കാം, 80 മാർക്ക് എങ്ങനെ നേടിയെടുക്കാം എന്നുള്ളതിന്റെ ഒരു സ്ട്രാറ്റജിയാണ് പറഞ്ഞത്. ഇനി കൃത്യമായിട്ട് പഠിക്കണമെങ്കിൽ എന്ത് വേണം? കൃത്യമായിട്ട് മാർഗനിർദ്ദേശം തരാൻ ഒരാൾ വേണം അല്ലെ. ഇവിടെ CC-യില് കേറ്ററ്റിന്റെ എല്ലാ കാറ്റഗറിയുടെയും ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതോടുകൂടി തന്നെ കൃത്യമായിട്ട് പഠിച്ചു തുടങ്ങാനായിട്ട് ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഓഫർ പ്രൈസും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കൃത്യമായ മെന്റർഷിപ്പ്, മോക്ക് എക്സാംസ്, കഴിഞ്ഞ കേറ്ററ്റ് എക്സാംസിന്റെ PYQs-ൽ നിന്നും നമ്മൾ തയ്യാറാക്കി എടുത്തേക്കുന്ന വലിയൊരു ചോദ്യങ്ങളുടെ ശേഖരണം ഒക്കെ നിങ്ങൾക്ക് ഇതിലൂടെ ലഭിക്കും. അതുപോലെ തന്നെ ഇതിന്റെ ഫ്രീ ഗ്രൂപ്പിലൂടെയും നിങ്ങൾക്ക് കേറ്ററ്റിന്റെ പഠനം ആരംഭിക്കാവുന്നതാണ്. ഈ ബാച്ചിൽ ചേർന്ന് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി കേറ്ററ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് സ്ക്രീനിൽ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ CC-യോടൊപ്പം ചേർന്ന് കേറ്ററ്റ് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ എത്താം.